ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ Sreelatha Jayachandran. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ C++ലെ സ്ട്രീം ക്ലാസ്സസിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഒരു ക്ലാസ് ഹൈറാർക്കി ആയിട്ട് വരുന്നത് അല്ലേ. അപ്പം നമുക്കത് ക്ലാസ് ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് തോന്നി അത് സ്ലൈഡായിട്ട് വെച്ച് പറയുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ സ്ലൈഡായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം എല്ലാവരും മറന്നുപോകാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, നമുക്ക് കണ്ടു നോക്കാം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രീംസ് പറയുന്നുണ്ട്, അതുപോലെ അൺഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ, പിന്നെ പറയുന്നത് ഫോർമാറ്റഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. അതിനെ കുറിച്ചാണ് ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും മറന്നു പോകാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഇവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാല് സ്ട്രീംസ് ആണ്. നമ്മളിപ്പോ C++ലെ സ്ട്രീംസിനെ കുറിച്ചാണ് പറയുന്നത്. സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഡാറ്റ ഫ്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്, ഒരു സ്ട്രീം എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മൾ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയെ ഒരു ഇൻപുട്ട് സ്ട്രീം വഴി എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, പ്രോഗ്രാമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ നിന്നുള്ള ഡാറ്റയെ തിരിച്ചെന്ത് ചെയ്യാണ്, ഔട്ട്പുട്ട് സ്ട്രീം വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ഒരു ഫ്ലോ ഓഫ് ഡാറ്റയാണ് എന്ത് പറയുന്നത്, സ്ട്രീംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് ക്ലാസ്സസ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈറാർക്കിയാണ്, ക്ലാസ് ഹൈറാർക്കിയാണ് ഇവിടെ വരുന്നത്. അതില് ബേസ് ക്ലാസ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ IOS ക്ലാസ് ആണ്. ഓക്കെ, IOS ക്ലാസ്. അതിൽ നിന്നും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആയിട്ട് രണ്ടെണ്ണം ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതായത് ഐ സ്ട്രീമും ഒ സ്ട്രീമും. ഓക്കെ, മിഡിൽ പോർഷനിൽ ഒരു സ്ട്രീം ബഫിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ടെമ്പററി ബഫർ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഐ സ്ട്രീം എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇൻപുട്ട് സ്ട്രീം ആണ്. ഒ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് സ്ട്രീം ആണ്. അപ്പൊ ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും കൂടെ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുകയാണ്. ഐ സ്ട്രീമിൽ നിന്നും ഒ സ്ട്രീമിൽ നിന്നും കൂടെ ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ പറയുന്ന ഈ IO സ്ട്രീം എന്ന് പറയുന്ന ക്ലാസ്. ഓക്കെ, ഇവിടെ ഈ IO സ്ട്രീം എന്ന് പറയുന്ന ക്ലാസ്. അപ്പം ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ഇതൊരു വെർച്വൽ ബേസ് ക്ലാസ് ആയിട്ടായിരിക്കും ഈ IOS ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ. അതായത് ഇവിടെ മൾട്ടി പാത്ത് ഫെസിലിറ്റി വരുന്നുണ്ട്. വെർച്വൽ ബേസ് ക്ലാസ് പറഞ്ഞ സമയത്ത് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ ഈ IO സ്ട്രീം എന്ന് പറയുന്നത് എന്താണ്, ഡിറൈവ്ഡ് ക്ലാസ് ആണ്. നമുക്ക് ഈ പാത്താണോ ഈ പാത്താണോ ചൂസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അറിയില്ല. കൺഫ്യൂഷൻ വരാൻ, കമ്പ്യൂട്ടറിന് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിനെ വെർച്വലി ആണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഐ സ്ട്രീം എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ് ഐ സ്ട്രീം വിത്ത് അസൈൻ എന്ന് പറയുന്ന ഒരു ക്ലാസ്. പിന്നെ IO സ്ട്രീമിൽ നിന്ന് വന്നിട്ടുള്ള എന്താണ്, IO സ്ട്രീം വിത്ത് അസൈൻ എന്ന് പറയുന്ന അനദർ ക്ലാസ്. പിന്നെ പറയുന്നത് ഒ സ്ട്രീം എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. അതിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുകയാണ് ഒ സ്ട്രീം വിത്ത് അസൈൻ എന്ന് പറയുന്ന അനദർ ക്ലാസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് IOS എന്ന് പറയുന്ന ക്ലാസ് എന്താണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, എന്താണ്, വെർച്വൽ ബേസ് ക്ലാസ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മെമ്പേഴ്സിന്റെ ഒരു കോപ്പി മാത്രമേ IO സ്ട്രീമിലോട്ട് ഇൻഹെർട്ട് ചെയ്യുന്നുള്ളൂ. നമ്മളിവിടെ പറയുന്നതെന്ന് പറഞ്ഞാല് ക്ലാസ് നെയിമും അതിന്റെ കണ്ടന്റ്സും ആണ് പറയുന്നത്. നമ്മൾ നേരത്തെ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞ എന്താണ്, ഒരു ക്ലാസ് ഹൈറാർക്കിയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഈ ക്ലാസ് ഹൈറാർക്കി പറഞ്ഞ സമയത്ത് ഏറ്റവും ബേസ് ക്ലാസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് പറഞ്ഞാൽ IOS ക്ലാസ് ആണ്. അപ്പൊ ഈ IOS ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജനറൽ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം ക്ലാസ്സിനെയാണ് എന്ത് പറയുന്നത്, IOS ക്ലാസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്ലാസ്സും ഫെസിലിറ്റീസും, ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫെസിലിറ്റീസും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, പോയിന്റ് ടു ബഫർ ഒബ്ജക്റ്റ് അല്ലെ. അതായത് നമുക്ക് സ്ട്രീം ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഒരു സ്ട്രീം ബഫർ ആയിട്ട് നമുക്ക് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്സ് ആൻഡ് ഫങ്ഷൻസ് that are necessary for handling input output operations. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് വേണ്ടുന്ന എല്ലാ കോൺസ്റ്റന്റ്സും ഫങ്ഷൻസും ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ഐ സ്ട്രീം ആണ്. ഐ സ്ട്രീം എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻപുട്ട് സ്ട്രീം ആണ്. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് ഇൻഹെർട്ട് ചെയ്തിരിക്കുന്നത്, IOS എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നാണ് ഇൻഹെർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻപുട്ട് ഫംഗ്ഷൻ ആയിട്ട് പിന്നെ ഗെറ്റ് ലൈൻ ഫംഗ്ഷനും അതുപോലെ ഗെറ്റ് ഫംഗ്ഷൻ, റീഡ് ഫംഗ്ഷൻ, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓവർലോഡഡ് ഓപ്പറേറ്റർ ഉണ്ട്, അതായത് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. നമ്മൾ സീനിനോടൊപ്പം ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് ഇത്. ഇതിവിടെ എന്താണ്, ഓവർലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആക്ച്വലി ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഓപ്പറേറ്റർ ആണ് അല്ലെ, ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ആക്ച്വലി ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഷിഫ്റ്റ് ഓപ്പറേറ്റർ ആണ് അല്ലെ. ഷിഫ്റ്റ് ഓപ്പറേറ്റർ ആയിട്ടാണ് ബിറ്റ് വൈസിനകത്താണ് ഉപയോഗിക്കുന്നത്. ഇതിനെ ഇവിടെ ഓവർലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? ഈ ഓപ്പറേറ്ററിനെ ഇവിടെ ഓവർലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഐ സ്ട്രീം എന്ന് പറയുന്ന
ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഐസ്ട്രീമിന്റെ ഒബ്ജക്റ്റ് ആണ് സീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സീനിനോടൊപ്പം ഈ ഓപ്പറേറ്റർ വരുന്ന സമയത്ത് നമ്മളിവിടെ ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓവർലോഡഡ് ഫംഗ്ഷൻ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാല് ഓ സ്ട്രീം ക്ലാസ് ആണ്. ഓ സ്ട്രീം എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് സ്ട്രീം ആണ് ഓ സ്ട്രീം എന്ന് പറയുന്നത്. അതില് നമ്മൾ പറഞ്ഞു iOS എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നാണ് അത് ഇൻഹെർട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത് പുട്ട് ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ റൈറ്റ് ഫംഗ്ഷൻ ഉണ്ട്. ഇത് രണ്ടും അതിനകത്തുള്ള മെമ്പർ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, മെമ്പർ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാല്ലേ നമ്മൾ എങ്ങനെ അത് യൂസ് ചെയ്യണം എന്നുള്ളത് അറിയണം അല്ലെ. നമ്മൾ എങ്ങനെയാണ് ഒബ്ജക്റ്റ് ഡോട്ട് ഫംഗ്ഷനെയുമായിട്ടായിരിക്കും അത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ ഒരു അനദർ ഒരു ഓവർലോഡഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്, ഓവർലോഡഡ് ഓപ്പറേറ്റർ ഫംഗ്ഷൻ വരുന്നുണ്ട്, അതായത് ഇൻസേർഷൻ ഓപ്പറേറ്റർ. ഓക്കെ, നമ്മളിവിടെ ഇതിനകത്ത് പറയുന്നുണ്ട് അല്ലെ, സി ഔട്ടിന്റെ കൂടെ പറയുന്നതാണ് ഡബിൾ ലെസ് ദാൻ എന്ന് പറയുന്നത്. അത് ആക്ച്വലി നമ്മൾ പറഞ്ഞു ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആണ്. അതിനെ ഇവിടെ എന്താണ് ഓവർലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഓ സ്ട്രീം എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റിനോടൊപ്പം ഈ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓവർലോഡ് ഫംഗ്ഷൻ ആയിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് വരുന്ന എന്താണ്? IO സ്ട്രീം ആണ്. IO സ്ട്രീം എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് പിന്നെ ഐ സ്ട്രീം ആൻഡ് ഓ സ്ട്രീം എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായി? ഒരു മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആയി അല്ലെ, അതായത് രണ്ട് പാരന്റ് ഒരു ചൈൽഡ് അല്ലെ, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആയി. അപ്പം ഇവിടെ ആക്ച്വലി വന്നെന്ന് പറഞ്ഞാൽ മേളത്തെ പോർഷൻ വരുന്നത് ഒരു ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസും താഴത്തെ പോർഷൻ വരുന്നത് ഒരു പിന്നെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് രണ്ടിന്റെയും കോമ്പിനേഷൻ വന്നപ്പോൾ ഇത് ഒരു ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ആയി. അപ്പൊ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ഷേപ്പ് വരുന്ന സമയത്ത് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു വെർച്വൽ ബേസ് ക്ലാസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ iOS എന്ന് പറയുന്നത് എന്താണ് ഒരു വെർച്വൽ ബേസ് ക്ലാസ് ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ iOS എന്ന് പറയുന്ന IO സ്ട്രീം ക്ലാസ് എന്ന് പറയുന്നതിനകത്ത് എന്താണ് ഇൻപുട്ട് ഫംഗ്ഷനും വരും, ഔട്ട്പുട്ട് ഫംഗ്ഷനും വരും. പിന്നെ വരുന്ന സ്ട്രീം ബഫ് ആണ്. സ്ട്രീം ബഫ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇന്റർഫേസ് ടു ഫിസിക്കൽ ഡിവൈസ് ത്രൂ ബഫേഴ്സ്. ഓക്കെ, അതാണ് ഒരു ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു ഇന്റർഫേസ് ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? അൺഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ആണ്. അതായത് ഇവിടെ ഫോർമാറ്റിംഗ് ഒന്നും വരുന്നില്ല. ഫോർമാറ്റിംഗ് ഇല്ലാതെ എന്താണ് ജസ്റ്റ് ഒരു പിന്നെ റീഡിങ്ങും പ്രിന്റിങ്ങിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ രണ്ട് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഷിഫ്റ്റ് ഓപ്പറേറ്റർ ആണ്. അതായത് റൈറ്റ് ഷിഫ്റ്റിനും ലെഫ്റ്റ് ഷിഫ്റ്റിനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ഒക്കില്ല അല്ലെ. അപ്പൊ നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഐ സ്ട്രീമിന്റെ ക്ലാസിന്റെ ഒബ്ജക്റ്റിനോടൊപ്പം നമ്മൾ ഈ പിന്നെ ഡബിൾ ഗ്രേറ്റർ ദാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻപുട്ട് ഓപ്പറേറ്റർ ആയിട്ടും, അതുപോലെ ഓ സ്ട്രീം ക്ലാസിന്റെ ഒബ്ജക്റ്റ് സി ഔട്ട് അതിൻ്റെയോടൊപ്പം ഈ ഡബിൾ ലെസ് ദാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് അത് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇത് രണ്ടും റൈറ്റ് ഷിഫ്റ്റിനും അതുപോലെ ലെഫ്റ്റ് ഷിഫ്റ്റിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വരുന്ന നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അല്ലെ സീൻ ഓപ്പറേറ്റർ, വേരിയബിൾ 1 ഓപ്പറേറ്റർ, വേരിയബിൾ 2 അങ്ങനെ എത്ര വേണം നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ സി ഔട്ടിനോടൊപ്പം എന്ത് ചെയ്യാൻ പറ്റും? വേരിയബിൾസ് നമുക്ക് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് എത്ര ഓപ്പറേറ്റർ വേണോ നമുക്ക് ഇവിടെ കൊടുത്ത് എത്ര വേരിയബിൾ വേണോ നമുക്ക് കൊടുത്തിട്ട് വാല്യൂ പ്രിന്റ് ചെയ്യാൻ സാധിക്കും അല്ലെ. അതേ സമയത്ത് നമ്മളിവിടെ ഐ സ്ട്രീം ആൻഡ് ഓ സ്ട്രീം ഫംഗ്ഷൻസ് പറഞ്ഞു അല്ലെ. ഏതാണ്? ഗെറ്റ് ഫംഗ്ഷനും പുട്ട് ഫംഗ്ഷനും. ആദ്യം നമുക്കത് പറയാം. ഗെറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യാരക്ടർ റീഡ് ചെയ്യാനും അതുപോലെ പുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പ്രിന്റ് ചെയ്യാനുമാണ്. ക്യാരക്ടർ മീൻസ് സിംഗിൾ ക്യാരക്ടർ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നോർമലി നമ്മൾ സി ഔട്ടിനോടൊപ്പം യൂസ് ചെയ്യുന്ന ഈ ഇൻസർഷൻ ഓപ്പറേറ്റർ ആൻഡ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ആണ് അല്ലെ. അപ്പൊ അതേ സമയത്ത് നമ്മൾ പറഞ്ഞു ഇതൊരു മെമ്പർ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ. ഇത് മെമ്പർ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം? സീൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. സീൻ ഡോട്ട് ഗെറ്റ് സി അല്ലെ, അതുപോലെ സി ഔട്ട് ഡോട്ട് പുട്ട് സി. കണ്ടോ? അപ്പൊ മെമ്പർ ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്താണ് നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് വേണം അതവിടെ ആ ഫംഗ്ഷനെ ആക്ടിവേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ക്യാരക്ടർ സി പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് സീൻ ഡോട്ട് ഗെറ്റ് സി അല്ലെ, സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്തു. അതുപോലെ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്താണ് ക്യാരക്ടർ ഡിക്ലെയർ ചെയ്യുക. സി ഔട്ട് ഡോട്ട് പുട്ട് സി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്യാരക്ടർ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് ഗെറ്റ് ലൈൻ ആൻഡ് റൈറ്റ് ഫംഗ്ഷൻ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഗെറ്റ് ഫംഗ്ഷൻ ആൻഡ് പുട്ട് ഫംഗ്ഷൻ പറഞ്ഞ എന്താണ്? സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്യാനും സിംഗിൾ ക്യാരക്ടർ പ്രിന്റ് ചെയ്യാനുമാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ എന്താണ് മോർ ദാൻ വൺ ക്യാരക്ടർ, അതായത് സ്ട്രിംഗ്, ഒരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാനും സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യാനുമാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഗെറ്റ് ലൈൻ ആൻഡ് റൈറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിന്
ഇവിടെ ക്യാരക്ടർ അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഡിക്ലെയർ ചെയ്തതിനു ശേഷം cin.getLine അതിന്റെ സിന്റാക്സ് ഇങ്ങനെ വരുന്നത് അറേ നെയിം കോമ അതിന്റെ സൈസ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. ഓക്കെ, അത് ഇവിടെ സ്പെസിഫൈ ചെയ്യുക. ഇവിടെ നമ്മൾ 20 എന്ന് കൊടുക്കുമ്പോൾ എന്താണ്, ഇറ്റ് വിൽ ടേക്ക് 19 ക്യാരക്ടേഴ്സ് അല്ലേ. അപ്പൊ ലാസ്റ്റ് ക്യാരക്ടർ ആയിട്ട് വരുന്നത് എന്താണ്, നമ്മൾ കൊടുക്കുന്ന എൻ്റർ കീ ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുന്നിടം വരെയുള്ള ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ എൻ്റർ കീ ആയിരിക്കും ലാസ്റ്റ് ക്യാരക്ടർ ആയിട്ട് അത് റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ എത്ര പൊസിഷൻ, അതായത് എത്ര ഒരു വാല്യൂ കൊടുക്കുന്നു അത് -1, അതാണ് അവിടുത്തെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പറഞ്ഞാൽ cout.write അല്ലെ. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു നെയിം കോമ 20 എന്ന് പറഞ്ഞു അല്ലെ. നെയിം കോമ 20 എന്ന് പറയുമ്പോൾ എന്താണ്, നെയിം എന്ന് പറയുന്ന അറേ നെയിം കോമ 20 എന്ന് പറയുമ്പോൾ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് അവിടെ നമുക്ക് പ്രിന്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അവിടെ പറയുന്നത്, സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്ക് അതിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ 20 ക്യാരക്ടേഴ്സ് റീഡ് ചെയ്തിരുന്നാലും എനിക്കിവിടെ വേണമെങ്കിൽ 5 ക്യാരക്ടർ പ്രിന്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നെയിം കോമ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒബ്ജക്ട് എന്നുള്ളത് മാത്രമേ കൊടുക്കുള്ളൂ. ഞാനിവിടെ റീഡ് ചെയ്ത വാല്യൂ സപ്പോസ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് കൊടുത്തിട്ടാണ് എൻ്റർ കീ കൊടുത്തെങ്കിൽ ഞാനിവിടെ നെയിം കോമ 5 ആണ് കൊടുക്കുന്നെങ്കിൽ ഫസ്റ്റ് 5 ക്യാരക്ടേഴ്സ് അത്രേ പ്രിന്റ് ചെയ്യുള്ളൂ. ഓക്കെ, അത് ഈ ഒബ്ജക്ട് എന്നുള്ളത് മാത്രം പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? അതുപോലെ എത്ര ക്യാരക്ടർ നമുക്കിപ്പോ ആദ്യത്തേൽ 1 ക്യാരക്ടർ, രണ്ടാമത്തേൽ 2 ക്യാരക്ടർ, മൂന്നാമത്തേൽ 3 ക്യാരക്ടർ അങ്ങനെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 20 എന്നുള്ളതിന് എന്താക്കാം, ഒരു വേരിയബിൾ നെയിം ആക്കാം അല്ലെ. i എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആക്കിയിട്ട് ലൂപ്പിനകത്ത് ഇട്ടിട്ട് ഈ i 1/1 ആയിട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് ലൈനിൽ o മാത്രം വരും, സെക്കൻഡ് ലൈനിൽ ob വരും, തേർഡ് ലൈനിൽ obj വരും. മനസ്സിലായോ? അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ ഗെറ്റ് ലൈനും അതുപോലെ cin ഓപ്പറേറ്റർ നെയിം അത് കൊടുക്കുന്നത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ cin ഓപ്പറേറ്റർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അത് വൈറ്റ് സ്പേസ് കണ്ടു കഴിഞ്ഞാൽ ബാക്കി എടുക്കില്ല. വൈറ്റ് സ്പേസ് കാണുന്നിടം വരെയുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതായത് ഇപ്പൊ ഞാൻ ശ്രീലത ജയചന്ദ്രൻ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ശ്രീലത കഴിഞ്ഞ് സ്പേസ് കഴിഞ്ഞിട്ടാണ് ജയചന്ദ്രൻ കൊടുക്കുന്നത്. അപ്പൊ ശ്രീലത മാത്രമേ റീഡ് ചെയ്യുള്ളൂ. മനസ്സിലായി? അത് ജയചന്ദ്രൻ എന്നുള്ളത് അത് അക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് ഈ cnല് നമ്മൾ ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് വേരിയബിൾ നെയിം കൊടുത്തിട്ട് റീഡ് ചെയ്യുന്നതിനുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതേസമയത്ത് ഗെറ്റ് ലൈൻ ആണെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുന്നിടം വരെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇൻക്ലൂഡിങ് സ്പേസ് അത് റീഡ് ചെയ്യും. ഓക്കെ, അതല്ലാതെ നമ്മൾ സിയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ ഗെറ്റസ് എന്ന് പറഞ്ഞിട്ട് അത് stdio വരുന്ന ഈ ഐസ്ട്രീം ഓസ്ട്രീം വരുന്നതല്ല. stdio.h എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയൽ പറഞ്ഞില്ലേ, അതിനകത്ത് വരുന്നതാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് അങ്ങനെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് അവിടെ മാക്സിമം നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. കാരണം സിയുടെ എല്ലാ ഫംഗ്ഷനും നമുക്ക് C++ൽ ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ആക്ച്വലി നമുക്ക് ഈ അവിടെ ഐ സ്ട്രീം ആൻഡ് ഓ സ്ട്രീം പറയുമ്പോൾ നമുക്ക് എന്താണ് ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ പറഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്തെ വാല്യൂസ് റീഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണ് പറയുന്നത്. അതായത് ഫോർമാറ്റഡ് ഇൻപുട്ട് ഓപ്പറേഷൻ പറയുമ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താണ്, നമ്മൾ ഔട്ട്പുട്ടിനെയാണ് ഇവിടെ ഫോർമാറ്റ് ചെയ്യുന്നത്. ഔട്ട്പുട്ടിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ iOS ക്ലാസ് ഫംഗ്ഷൻസ് ഉണ്ട്, ഫ്ലാഗ്സ് ഉണ്ട്. iOS ക്ലാസിന്റെ ഫംഗ്ഷൻസും ഫ്ലാഗ്സും ഉണ്ട്. അതുപോലെ തന്നെയാണ് എന്താണ് മാനിപ്പുലേറ്റേഴ്സ് ഉണ്ട്. പിന്നെ വരുന്നത് യൂസർ ഡിഫൈൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് യൂസർ ഡിഫൈൻഡ് ഔട്ട്പുട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലെ. നമുക്ക് നമ്മുടേതായ കുറച്ച് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തിന് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് എന്ത് പറയുന്നത്, യൂസർ ഡിഫൈൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ആദ്യം പറയാമെന്ന് പറഞ്ഞാല് iOS ക്ലാസ്സിനകത്തുള്ള ഫംഗ്ഷൻസ് ആണ്. iOS ക്ലാസ്സിലെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വിഡ്ത്ത് ഫംഗ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് എത്ര സൈസ് വേണം, എത്ര ഫീൽഡ് ടോട്ടൽ പ്രിന്റ് ചെയ്യാൻ. ഇപ്പൊ ഞാൻ കൊടുക്കുകയാണ് ശ്രീ എന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടി 10 ആണ് ഞാൻ വിഡ്ത്ത് സെറ്റ് ചെയ്യുന്നെങ്കിൽ 10 സ്പേസ് എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് പ്രിന്റ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ 6 ബ്ലാങ്ക് ആയിട്ട് കിടക്കും, അത് കഴിഞ്ഞിട്ട് ശ്രീ എന്നുള്ളത് പ്രിന്റ് ചെയ്യും. അല്ലെങ്കിൽ ആദ്യം ശ്രീ എന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ളതിനെ നമുക്ക് ബ്ലാങ്ക് ആക്കി വെക്കാൻ പറ്റും. മനസ്സിലായോ? അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അലൈൻ ചെയ്യാനൊക്കെ പറ്റും. ലെഫ്റ്റ് അലൈൻ, റൈറ്റ് അലൈൻ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മളിവിടെ ഈ പറഞ്ഞ ഫ്ലാഗ് എന്ന് പറയുന്നത്. ഫ്ലാഗ് ഒക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അടുത്തത് വരുന്ന പ്രിസിഷൻ ഉണ്ട്. പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കിവിടെ ഫ്ലോട്ട് വാല്യൂ ഒക്കെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എത്ര ഡെസിമൽ പോയിന്റ് വാല്യൂ പ്രിന്റ് ചെയ്യണം എന്നുള്ളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിസിഷൻ യൂസ് ചെയ്യുന്നത്. ഫിൽ ഉണ്ട്. ഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞില്ലേ ബ്ലാങ്ക് സ്പേസ് വരുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ കൊണ്ട് ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ഫില്ലിനകത്ത് ഏത് ക്യാരക്ടർ കൊണ്ടാണ് ഫില്ല് ചെയ്യേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ സ്റ്റാർ ആണെങ്കിൽ എല്ലാ ബ്ലാങ്ക് സ്പേസും സ്റ്റാർ കൊണ്ട് ഫില്ല് ചെയ്യും. പിന്നെ വരുന്നത് എന്താണ്, സെറ്റ് എഫ് ഉണ്ട്. സെറ്റ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റിഫിക്കേഷൻ ആണ്. റൈറ്റ് ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ
ലെഫ്റ്റ് ജസ്റ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സെറ്റഫ് ഉണ്ട്. അതുപോലെ അൺസെറ്റഫ് ഉണ്ട്. എന്താണ്, നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത ഫ്ലാഗിനെയൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം, അൺസെറ്റഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്ന മാനിപ്പുലേറ്റേഴ്സ് ആണ്. നമ്മളിപ്പോൾ യൂസ് ചെയ്ത ഇതിന് തൊട്ട് മുമ്പ് ഈ പറഞ്ഞ ഇതിനകത്ത് വന്ന ഈ സംഭവങ്ങളിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാനിപ്പുലേറ്റേഴ്സ് ആണ് ഈ വരുന്നത്. അതായത് സെറ്റ് ഡബ്ല്യു വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ കണ്ട, ഇത് മാനിപ്പുലേറ്റേഴ്സും ഇത് ഈക്വലന്റ് IOS ഫംഗ്ഷനുമാണ് പറയുന്നത്. നമ്മൾ വിഡ്ത്ത് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പറഞ്ഞു, അതിന് ഇക്വലന്റ് ആയിട്ടാണ് എന്ത് പറയുന്നത്, സെറ്റ് ഡബ്ല്യു പറയുന്നത്. അതുപോലെ പ്രിസിഷൻ ഫംഗ്ഷൻ പറഞ്ഞു, സെറ്റ് പ്രിസിഷൻ. ഫിൽ ഫംഗ്ഷൻ പറഞ്ഞു, സെറ്റ് ഫിൽ. സെറ്റ് ഓഫ് ഫംഗ്ഷൻ പറഞ്ഞു, എന്താണ്, സെറ്റ് IOS ഫ്ലാഗ്. ഓക്കെ, അടുത്ത എന്താണ്, അൺസെറ്റ് ഓഫ് പറഞ്ഞു, അതിനെന്താണ്, റീസെറ്റ് IOS ഫ്ലാഗ്. കണ്ട, ഇവിടെ നമ്മൾ ഞാൻ ഒരു ഇത് കൊടുക്കുവാണ്, വിഡ്ത്ത് ഞാനിപ്പോൾ 5 ആയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, 5 ആയിട്ട് സെറ്റ് ചെയ്തിട്ട് സി ഔട്ടില് 543 എന്ന് പ്രിന്റ് ചെയ്തു, അനദർ ഒരു വാല്യൂ 15 എന്ന് പ്രിന്റ് ചെയ്തു. കണ്ടോ, അപ്പൊ ഈ ഒരു സംഭവം പ്രിന്റ് ചെയ്യാൻ വേണ്ടി എത്ര സ്പേസ് എടുക്കും, 5 സ്പേസ് എടുക്കും. ഇവിടെ 2 ബ്ലാങ്ക് സ്പേസ് കഴിഞ്ഞിട്ടായിരിക്കും 543 പ്രിന്റ് ചെയ്യുന്നത്. അതേസമയം അടുത്ത പ്രിന്റിങ് ഞാൻ ഈ 15 പ്രിന്റ് ചെയ്യാൻ ഞാൻ അവിടെ വിഡ്ത്ത് സെറ്റ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ അത് അവിടെ ചേർന്ന് പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? നമ്മൾ നോർമലി ചെയ്യുന്നതെന്ന് പറഞ്ഞ പ്രോഗ്രാം, ഇതുവരെ നമ്മൾ ചെയ്ത പ്രോഗ്രാമിനകത്ത് നമ്മൾ എന്താണ് സ്പേസ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അല്ലെ, ആ ഗ്യാപ്പ് ഒക്കെ അറിയാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ന്യൂ ലൈൻ ഇട്ടിട്ട് ചെയ്തു. അപ്പൊ ഇതങ്ങനെയല്ല, ഇത് നമുക്ക് വിഡ്ത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഒരു ഫീൽഡിന് പ്രിന്റ് ചെയ്യാൻ ഇത്ര വിഡ്ത്ത്, അല്ലെ അടുത്ത ഫീൽഡ് പ്രിന്റ് ചെയ്യാൻ ഇത്ര വിഡ്ത്ത് എന്ന് പറഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ എത്രയാണോ സെറ്റ് ചെയ്യുന്നത് ആ വാല്യൂ വെച്ചിട്ട് അത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, യൂസർ ഡിഫൈൻഡ് മാനിപ്പുലേറ്റേഴ്സ് ആണ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ ഫോർമാറ്റ് വരുന്നത് ഇങ്ങനെയാണ്. അതായത് ബിൽറ്റ് ഇൻ മാനിപ്പുലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, O സ്ട്രീം ആണ്. ഓക്കെ, O സ്ട്രീം ആണ്. അതായത് നമ്മൾ ഔട്ട്പുട്ടിന് വേണ്ടിയല്ലേ ഉപയോഗിക്കുന്നത്. ഒരു ആംപർസൻഡ് സിമ്പൽ കൊടുക്കണം, മാനിപ്പുലേറ്റർ പറയാം, മാനിപ്പുലേറ്റർ നെയിം, നമ്മൾ എന്താണ് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത് അതിന്റെ നെയിം കൊടുക്കാം. അത് ബ്രാക്കറ്റിനകത്ത് എന്താണ്, O സ്ട്രീം ആംപർസൻഡ് ഓഫ് ഔട്ട്പുട്ട്. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ്, ഞാൻ ഇവിടെ കുറച്ച് വിഡ്ത്ത് സെറ്റ് ചെയ്യുന്നു, പ്രിസിഷൻ സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിന്റിങ് പറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ മാനിപ്പുലേറ്റർ നെയിം നമ്മൾ അവിടെ കൊടുത്താൽ മതി. അത് ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നമ്മൾ ഇവിടെ വിഡ്ത്ത് സെറ്റ് ചെയ്തില്ലേ, ഇവിടെ വിഡ്ത്ത് സി ഔട്ട് വിഡ്ത്ത് എന്ന് പറഞ്ഞില്ലേ, സി ഔട്ട് വിഡ്ത്ത് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു മാനിപ്പുലേറ്റർ അവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഒരു മാനിപ്പുലേറ്റർ സെറ്റ് ചെയ്ത് ആ സി ഔട്ടിനകത്ത് നമ്മൾ ആ മാനിപ്പുലേറ്റർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലാഗ്, സെറ്റപ്പ്, എന്തൊക്കെയാണോ നമ്മൾ ചെയ്തിരിക്കുന്നത് അതവിടെ ആക്റ്റീവ് ആവും. മനസ്സിലായോ? അതാണ് എന്ത് പറയുന്നത്, യൂസർ ഡിഫൈൻഡ് മാനിപ്പുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് എക്സാമ്പിൾ പ്രോഗ്രാം ഞാൻ ഇവിടെ ലാബ് സെഷൻ ആയിട്ട് ചെയ്തു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നു പോരുത്. ഓക്കെ, ഇത് എന്തായാലും നിങ്ങൾക്ക് കുറച്ച് ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആരെങ്കിലും ഒക്കെ C++ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, ഇപ്പൊ എഞ്ചിനീയറിംഗിന്റെ ആയാലും ഡിഗ്രി ആയാലും BCA ആയാലും ഒക്കെ നമുക്ക് സിഒ C++ ഒക്കെ പഠിക്കുന്നവർക്കൊക്കെ ഇത് ഉപയോഗപ്പെടും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.